സമാധാനത്തിന്റെയും വികസനത്തിന്റെയും വെള്ളി വെളിച്ചം അരിച്ചിറങ്ങി തുടങ്ങിയെങ്കിലും ഛത്തീസ്ഗഡിലെ ഭയം ഭരിക്കുന്ന ഗ്രാമങ്ങളാണ് ബസ്തറിൽ ഏറെയും. തോക്കിൻ മുനയിൽ മാവോയിസ്റ്റുകൾ കെട്ടിപ്പൊക്കിയ രാക്ഷസൻ കോട്ടയിൽ 100 കൊല്ലം പിന്നിലാണ് വനവാസി ജനത. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ മാവോവാദികൾക്കെതിരെ തീക്കാറ്റായി ആഞ്ഞടിച്ചതോടെ ബസ്തർ കാടുകൾ കിടുകിടെ വിറച്ചു. 30 വർഷമായി കൊന്നും കൊലവിളിച്ചും കമ്മ്യൂണിസ്റ്റ് ഭീകരർ കുപ്രസിദ്ധി നേടിക്കൊടുത്ത നാട്. അണഞ്ഞസ്തമിക്കാറായ റെഡ് കോറിഡോറിലെ ഹോട്ട്ബെഡ് മാ ദന്തേശ്വരിയുടെ ദന്തേവാഡയിൽ നിന്നും തുടങ്ങുകയാണ് ഈ യാത്ര. അടുത്തിടെ വരെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ രാക്ഷസൻ കോട്ടയായിരുന്ന ബസ്തറിലെ ആദിവാസി ഗ്രാമങ്ങളിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. പല ഗ്രാമങ്ങളും ഭരിച്ചിരുന്നത് പോലും കമ്മ്യൂണിസ്റ്റ് ഭീകരർ നേതൃത്വം നൽകുന്ന ജനതാ സർക്കാർ. ഉൾക്കാടിനോട് ചേർന്നാണ് ഗ്രാമങ്ങൾ ഏറെയും. ഗ്രാമവാസികളിൽ ഇപ്പോഴും മാവോയിസ്റ്റ് അനുഭാവികളും ഇൻഫോർമർമാരും ഏറെ. ഞങ്ങളെ മാവോയിസ്റ്റ് ബാധിത ഗ്രാമങ്ങളിൽ എത്തിച്ചയാളും അവരുമായി അടുത്ത ബന്ധമുള്ളയാൾ. കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഈ നാട്ടിലെ ആദിവാസി ജനതയോട് കാണിച്ച ക്രൂരത എത്രത്തോളമുണ്ടെന്ന് ഗ്രാമങ്ങളിലെത്തിയാൽ അറിയാം. റോഡുകളും പാലങ്ങളും വൈദ്യുതിയും കുടിവെള്ളവും വീടും സ്കൂളും റേഷൻ കടയും അടക്കം വികസനം എന്നത് എത്തിനോക്കി തുടങ്ങിയിട്ട് 2-3 വർഷങ്ങൾ മാത്രം. നേരത്തെ ഇതായിരുന്നില്ല സ്ഥിതി. പാലമോ റോഡോ പണിതാൽ ബോംബ് വെച്ച് തകർക്കും. സർക്കാർ ഉദ്യോഗസ്ഥരെയോ സ്ഥാപനങ്ങളെയോ ഗ്രാമങ്ങളിൽ അനുവദിക്കില്ല. സർക്കാരിനെ സഹായിക്കുമെന്ന ഭയത്താൽ ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസവും നിഷേധിച്ചു. ദിനംപ്രതി എന്നോണം ഏറ്റുമുട്ടലും കൊലപാതകങ്ങളും മാത്രം. पहले अगर देखें तो बस्तर में बहुत बुरी स्थिति थी. बस्तर में सड़कें नहीं थी. मेन रोड अगर NH को छोड़ दें तो स्टेट हाईवेज जो है वो लगभग बंद पड़े हुए थे. नक्सलियों ने बस्तर के लगभग 800 से 900 स्कूलों को तोड़ दिया था. पंचायत भवनों को तोड़ दिया. यहाँ का जो हेल्थ सेंटर है उसको भी डिस्ट्रॉय कर दिया, जिसकी वजह से अंदरूनी इलाकों में लोगों को अगर एजुकेशन लेना है तो बच्चों को या तो आपको बाहर भेजना है या फिर गांव में ही रहना है. अनपढ़ करके बच्चों को रखना पड़ता था. തലയിൽ അല്പമെങ്കിലും ആൾതാമസമുള്ളവർ അടുപ്പിക്കാത്ത ആശയം. വിത്ത് വീണിടത്ത് പിന്നെ പുൽനാമ്പ് പോലും മുളയ്ക്കില്ലെന്നത് ചരിത്രം. ആദിവാസി മേഖലകളെ ഒന്നാകെ 100 വർഷം പിന്നോട്ടടിച്ചതിന്റെ ക്രെഡിറ്റ് ഇവന്മാർക്ക് മാത്രമാണ്. 1967 പശ്ചിമബംഗാളിലെ നക്സൽബാരിയിൽ തുടക്കം കുറിച്ച കമ്മ്യൂണിസ്റ്റ് ഭീകരത പാവം ആദിവാസി ജനതയെ ആയുധമണിയിച്ചാണ് പടർന്ന് പന്തലിച്ചത്. ചെറിയ പ്രായത്തിൽ തന്നെ പരിശീലനം നൽകി ഒപ്പം ചേർക്കും. എതിർക്കാനോ ചോദ്യം ചെയ്യാനോ വിട്ടുപോരാനോ തുനിഞ്ഞാൽ മരണമാണ് ശിക്ഷ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത ഉപേക്ഷിച്ച് സർക്കാർ സംരക്ഷണയിൽ കഴിയുന്നവരെയും ഞങ്ങൾ കണ്ടു. जनता सरकार बनाते हैं. कम से कम 3 गांवों को मिला के एक पंचायत बनाते हैं. पंचायत में जनता सरकार बनाते हैं. जनता सरकार स्कूल भी खोलते हैं. उनका प्रशिक्षण जो गोंडी से ही पढ़ाई होता है और उनका राजनीतिक उनका लड़ाई के उद्देश्य में ही सब पढ़ाई भी चलता है वहाँ. पूरा नक्सली लोग राजनीतिक नहीं जानते हैं, मिलिट्री नहीं जानते हैं. दुश्मन के साथ लड़ने के लिए कमजोरी है. पब्लिक को इकट्ठा करना राजनीतिक के कमजोरी बोल के आने टाइम हर मीटिंग में मेरे को बोलते थे. उस बात को सुन के मेरे को अच्छा नहीं लगा. मैं पार्टी को छोड़ के मैं अकेला जाने से पार्टी को कुछ नहीं नुकसान नहीं होगा, ये सोचकर मैं इधर आया हूँ. 2015 को यहाँ समर्पण किया हूँ. 2000 മുതൽ 2025 വരെ കുപ്രസിദ്ധ റെഡ് കോറിഡോറിൽ ഇക്കൂട്ടർ കൊന്നു തള്ളിയവരുടെ കണക്ക് ഞെട്ടിക്കും. സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 11,955 മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സമാധാൻ ആരംഭിച്ചതോടെ ഗ്രാമങ്ങളിൽ മാവോയിസ്റ്റുകൾക്ക് തിരിച്ചടി നേരിട്ടു. 2011 ബസ്തർ കാടുകളിൽ 10,000 കേഡറുകളും 40,000 സിവിൽ മിലിഷ്യ ഗ്രൂപ്പും ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 1000 കേഡറുകളും 10,000 സിവിൽ മിലിഷ്യ ഗ്രൂപ്പും മാത്രമാണ് അവശേഷിക്കുന്നത്. സമയം വൈകിട്ട് 5 മണി കഴിഞ്ഞതോടെ ഇനി നിൽക്കുന്നത് ആപത്താണെന്ന് മുന്നറിയിപ്പ് ഞങ്ങൾക്കെത്തി. ഞങ്ങൾ പതിയെ ഗ്രാമത്തിൽ നിന്നും ഇറങ്ങി തുടങ്ങി.
ബസ്തർ കുന്നുകളിൽ വെടിയൊച്ചകൾ നിലയ്ക്കുകയാണ്. ചെയ്തു കൂട്ടിയതിനൊക്കെ ഇരന്നു വാങ്ങുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരർ. ഓപ്പറേഷൻ സമാധാനിലൂടെ ആദിവാസി സഹോദരങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാനാകട്ടെ. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്.